പദ്ധതി പൂർത്തീകരിച്ചിട്ടും വൈദ്യുതി ഉൽപാദനം ആരംഭിക്കാത്ത രാമക്കൽമേട് അക്ഷയ സൗരോർജ്ജ വൈദ്യുതി കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനൊരുങ്ങി സംസ്ഥാന ഗവൺമെന്റ്. 16 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച സോളാർ പ്ലാന്റ് കാടുകയറി നശിക്കുന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. സൗരോർജ്ജം, കാറ്റ് എന്നിവയിൽ നിന്ന് ഒരേ സമയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയായിരുന്നു രാമക്കൽമേട് ആമപ്പാറ പദ്ധതി. 2018 രാമക്കൽമേടിന് സമീപം ആമപ്പാറയിൽ സൗരോർജ്ജ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2022 മുതൽ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEBക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. 2022 തന്നെ ഉദ്ഘാടനം നടത്തി. ഈ കാലയളവിൽ ട്രയൽ റണ്ണിനായി ഏതാനും ദിവസം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെങ്കിലും പിന്നീട് പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. അനർട്ട്, സീഡാക്ക്, കൾട്രോൺ എന്നീ ഏജൻസികളുടെ സംയുക്ത സംരംഭമാണിത്. സീഡാക്ക് തദ്ദേശീയമായി വികസിപ്പിച്ച ഗ്രിഡ് ഡ്രൈ ഇൻവെർട്ടർ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൗരോർജ്ജത്തിൽ നിന്നും കാറ്റിൽ നിന്നും ഒരേ സമയം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രസരണ ലൈനുകളിലേക്ക് കടത്തിവിടുന്ന സംവിധാനമാണിത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. നെടുങ്കണ്ടം 66 kV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുവാൻ 11 kV ഫീഡറും തയ്യാറാക്കി. പക്ഷേ കോടികൾ പാഴായത് മാത്രം മിച്ചം. അല്ല, നിശ്ചയമായിട്ടും ഉദ്യോഗ തലത്തിലുള്ള വീഴ്ചയുണ്ടല്ലോ. ഒരിക്കലും ഈ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ, ആ വൈദ്യുതി അത് സ്റ്റോർ ചെയ്യുന്നുണ്ടോ, അത് വിതരണം ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതല്ലേ. അതിപ്പോ അനാഥമായിട്ട് കിടക്കുന്നു. ചില ആളുകൾ കയ്യിൽ കിട്ടുന്നവർ, പാനലുകൾ കിട്ടുന്നവർ അവർ ഊരിക്കൊണ്ട് പോകുന്നു. കുറെ പാനലുകൾ നശിച്ചു കിടക്കുന്നു, കുറെ ഉപയോഗശൂന്യമായി കിടക്കുന്നു, കുറെ കാട് മൂടി കിടക്കുന്നു. അങ്ങനെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പാനലുകൾ സമ്പൂർണ്ണമായി മാറ്റിയെങ്കിൽ മാത്രമേ ഇനി അവിടെ ഒരു വൈദ്യുതി ഉൽപാദനം സാധ്യമാകൂ എന്നുള്ളതാണ്. ഏതായാലും ഇതിനൊരു ഭാരിച്ച ചെലവ്. ഇപ്പം 16 കോടി മുടക്കി, ചിലപ്പോൾ മറ്റൊരു 16 കോടിയും കൂടെ മുടക്കിയെങ്കിൽ മാത്രമേ ഇതിനെ പഴയ രീതിയിൽ ഇല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് തോന്നുന്നത്. 147 ഹെക്ടർ ഭൂമിയാണ് അനർട്ടിന് ഇവിടെയുള്ളത്. അക്ഷയ ഊർജ്ജ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ കാറ്റാടിപ്പാടം യൂണിറ്റുകൾ സ്ഥാപിച്ച് കാറ്റാടി യന്ത്രങ്ങൾ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEBക്ക് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. 1ാം ഘട്ടം പരാജയപ്പെട്ടതോടെ 2ാം ഘട്ടത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല. സൗരോർജ്ജ പ്ലാന്റിലുണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് വൈദ്യുതി ഉൽപാദനം ആരംഭിച്ച ശേഷം 2ാം ഘട്ടം ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.